കുട്ടേട്ടാ സാധനമുണ്ടോ? ഹൈഡ്രോഫോണിക്സ് ഫ്രം കാലിഫോർണിയ. റോഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ പിള്ളേരൊക്കെ അല്ലെങ്കിൽ ആൾക്കാരെ കാണുമ്പോൾ പെട്ടെന്ന് കുട്ടേട്ടാന്ന് വിളിക്കും. സാധനം ഉണ്ടോ? ഇതൊക്കെ തന്നെ കമൻസ്. അൽഫോൺസ് പുത്രനായിട്ടുള്ള സീൻ ഹെവി ആയിരുന്നു, കിടുവായിരുന്നു ചില ഡയലോഗ്. അടിപൊളിയായിരുന്നു വർക്ക് ചെയ്തത്. ഭയങ്കര രസമാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അവൻ വന്നിട്ട് പറയും ശരിക്കും ചവിട്ടിക്കോളാൻ പറയും. പുള്ളി പറയും അവനതൊക്കെ പറയും, നീ പേടിക്കണ്ട. ഇപ്പൊ വിപിൻ ദാസിന്റെ കയ്യിൽ എത്ര കഥയുണ്ട്? ഒരു 5 കാണും. ആണോ? ഇപ്പം റീസെന്റ് ചെയ്യാൻ പോകുന്ന സന്തോഷ് ട്രോഫിയാണ്. അതിനുശേഷം നിവിനായിട്ടൊരു പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ജാക്കി ജാനിന് ശേഷം 3 നില കെട്ടിടത്തിന്റെ മുകളിൽ ഡ്യൂപ്പില്ലാതെ ചാടിയാണല്ലേ? ചാടിയായിരുന്നു. താഴെ മറ്റേ സേഫ്റ്റിക്കെല്ലാം ഉണ്ടായിരുന്നു. കയറ് കെട്ടിയായിരുന്നു? ഇല്ല. താഴെ കുറച്ച് ബേസ് ബോർഡ് ബോക്സ് ഉണ്ട്, 2 ലെയർ അടുക്കിയിട്ട് അതിന്റെ മേളിൽ ഒരു കൊയർ മാറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചാടുമ്പം ഈ മാറ്റിൽ വന്ന് ആ ഫ്രിക്ഷന്റെ ഇതിൽ പിടിച്ചങ്ങ് നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ബട്ട് ആദ്യത്തെ ടേക്കിൽ ചാടിയില്ല, 2ാമത്തെ ടേക്കിലും ചാടിയില്ല, 3ാമത്തേലാണ് ചാടിയത്. കുട്ടേട്ടാ, വെൽക്കം ടു മൈ ഷോ. താങ്ക് യു. ഇപ്പൊ ആൾക്കാർ കുട്ടേട്ടാന്നാണോ വിളിക്കുക, അതോ പഴയ ഒളിമ്പ്യൻ അന്തോണിയുടെ കാര്യം പറയോ? ഇല്ല, ഇപ്പൊ കുട്ടേട്ടനായി. എന്തോ കുട്ടേട്ടനെ കുറിച്ച് ആൾക്കാർ എന്താ ചോദിക്കുക? അറിയാലോ, ഹൈഡ്രോഫോണിക്. അത് തന്നെയാണ്. റോഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ പിള്ളേരൊക്കെ അല്ലെങ്കിൽ ആൾക്കാരെ കാണുമ്പോൾ പെട്ടെന്ന് കുട്ടേട്ടാന്ന് വിളിക്കും. പിന്നെ സാധനം ഉണ്ടോ? ഇതൊക്കെ തന്നെ കമൻസ്. സാധനമുണ്ടോ? ശരിക്കും ഈ ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? അത് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. ഹൈഡ്രോഫോണിക്സ് ഫ്രം കാലിഫോർണിയ, അതാണ് സംഭവം. അതെന്താ സംഭവം? അതാണ് അതിൽ പറയുന്നത് മാത്രമേ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുള്ളൂ. അതായത് പ്യൂറസ്റ്റ് ഫോം ഓഫ് മർജുവാന എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് അതിൻ്റെ റിയൽ ഫോം എന്താണെന്ന് അറിയില്ല. ആ ബോബ് ടീഷർട്ട് ഇപ്പോഴും കയ്യിലുണ്ടോ? ഇല്ല, ഞാനവൻ കൊടുത്തു. അവർക്ക് തന്നെ കൊടുത്തു, വേണ്ട വെറുതെ. അൽഫോൺസ് പുത്രനായിട്ടുള്ള സീൻ ഹെവി ആയിരുന്നു, കിടുവായിരുന്നു ചില ഡയലോഗ്. അടിപൊളിയായിരുന്നു വർക്ക് ചെയ്തത്. അത് ഭയങ്കര രസമാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പുള്ളിയുടെ. നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രേമമൊക്കെ കണ്ടതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് പുള്ളി നേരിട്ട് കാണുന്നത്. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ തന്നെ നമ്മൾ സിങ്കായി, നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, പുള്ളി ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ സീൻസൊക്കെ എടുക്കുമ്പോഴും നമ്മൾ ആ PTA മീറ്റിംഗ് പരിപാടിയാണ് എടുത്തത്. അപ്പോൾ തന്നെ കുറേയൊക്കെ കണക്റ്റായി, നമ്മൾ സംസാരിക്കുകയും എല്ലാം ചെയ്തതിന് ശേഷം. പിന്നീടാണ് നമുക്ക് അതിൻ്റെ ഇടയിലൊരു ദിവസം എന്താണ് നൈറ്റ് മറ്റേ പോലീസ് സ്റ്റേഷൻ സീനൊക്കെ എടുത്തത്. ഭയങ്കര രസമായിരുന്നു. പുള്ളി പറഞ്ഞാൽ സവിൻ വന്നിട്ട് പറയും ശരിക്കും ചവിട്ടിക്കോളാൻ പറയും. പുള്ളി ഒരിക്കലും അത് ചെയ്തില്ല. പുള്ളി കറക്റ്റായിട്ട് വന്നിട്ട് ടൈമിങ് കറക്റ്റായിട്ട് പറയും. അവനതൊക്കെ പറയും, നീ പേടിക്കണ്ട, ഇങ്ങനെ വന്നിട്ട് ഞാനിങ്ങനെ പുഷ് ചെയ്യുമ്പോൾ നീ അത് റിയാക്ട് ചെയ്താൽ മതി എന്ന് പറയും. അപ്പോൾ അത്രയ്ക്ക് പ്രൊഫഷണലാണ് ആക്ടിങ്ങിലും. എത്ര ദിവസം ഉണ്ടായിരുന്നു ആ പോലീസ് സ്റ്റേഷൻ സീൻ? പോലീസ് സ്റ്റേഷൻ സീൻ 2 ദിവസം കൊണ്ട് തീർന്നു. അത് അത്രേ ഉണ്ടായിരുന്നു. മറ്റേ സീനാണ് എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 10 days ഷൂട്ട് ഉണ്ടായിരുന്നു. ഈ ഷൂട്ട് കിടക്കുമ്പോൾ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫ്രെയിമിൽ മൊത്തം ഏത് ഫ്രെയിം ആംഗിൾ വെക്കുമ്പോഴൊന്നും അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഫുൾ ഡേ അവിടെ പോസ്റ്റ് ആയിരുന്നു കുറേ സമയത്ത്. വിപിൻ ദാസിന്റെ കസിൻ അല്ലേ? സെക്കൻഡ് കസിനായിട്ട്. പണ്ടേ നിങ്ങൾ തമ്മിൽ സിനിമയൊക്കെ ചർച്ച ചെയ്യോ? ഞാനും വിപിൻ ചേട്ടനും റിലേറ്റീവിനെക്കാട്ടിയും കൂടുതൽ കണക്ട് ചെയ്ത സിനിമ വെച്ചിട്ടാണ്. വിപിൻ ചേട്ടൻ നമ്മൾ ഈ പറഞ്ഞ നാട്ടിൽ, പുള്ളി ഡൽഹിയിലായിരുന്നു. പിന്നെ നാട്ടിൽ വന്നപ്പോൾ ഞാനുമായിട്ട് കണക്റ്റായി. നമ്മൾ സിനിമയെ പറ്റി ചർച്ചകൾ തുടങ്ങി, സിനിമ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ അന്നൊരു ഷോർട്ട് ഫിലിം ചെയ്തു, അതിൽ ഞാനായിരുന്നു ഹീറോ. അതിനുശേഷം അജു ചേട്ടനെ വെച്ചൊരു ഷോർട്ട് ഫിലിം ചെയ്തു, അതിലും ഞാനുണ്ടായിരുന്നു. അതിനുശേഷമൊക്കെയാണ് നമ്മൾ മുത്തുകു സംഭവിച്ചത്. വിപിൻ ദാസ് ഈ കഥയുടെ ത്രെഡൊക്കെ അന്നേ പറയുമായിരുന്നു. പുള്ളി മിക്കതും ചെയ്യുന്ന സബ്ജക്റ്റുകളൊക്കെ ആക്ച്വലി നേരത്തെ പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നതും അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ. വാഴ 2 എപ്പോഴാണ് പറഞ്ഞത്? അല്ല, വാഴ 2 എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി കുറേ വാഴ 2-നെക്കാട്ടി വാഴ 1 ആയിരുന്നു ഫസ്റ്റ് കോൺസെപ്റ്റ്. വാഴ 2 പിന്നീട് ഉണ്ടായതാണ്. വാഴ 1-ന് ശേഷമാണ് ആ ഒരു ഐഡിയ വന്നതൊക്കെ. വാഴ 1 മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കോവിഡിന് മുമ്പായിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു വാഴ എന്നൊരു പ്രോജക്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു കോൺസെപ്റ്റും ഐഡിയ ഒക്കെ അന്നേ ഡിസ്കസ് ചെയ്തായിരുന്നു. അന്ന് ഈ വാഴ പേരുണ്ട്? ഉണ്ട്. വാഴ അന്നേ ഉണ്ട്. മുദ്ദുകവും സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പേരിട്ടിട്ടാണ് തുടങ്ങിയത്. അതെ. അതെത്ര വർഷം മുമ്പ് പുള്ളിയുടെ മനസ്സിലുണ്ട്? മുദ്ദുകവ് ആക്ച്വലി അങ്ങനെ വർഷങ്ങൾ മുമ്പല്ല, നമ്മൾ സിനിമ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വന്നപ്പോൾ ഒരു സബ്ജക്റ്റ് കിട്ടി. ഇപ്പം ഇത് നമ്മുടെ അജു ചേട്ടനെ വെച്ചിട്ട് ഉണ്ണിമൂലം എന്ന ഷോർട്ട് ഫിലിമിന് ശേഷമാണ്, അതിന് മുമ്പും ഇതിൻ്റെ ഒരു ത്രെഡുണ്ട്, അതിന് ശേഷമാണ് അതിനെ ഒരു സ്ക്രിപ്റ്റാക്കി മാറ്റിയതും എടുത്തതെല്ലാം. വാഴ ഫസ്റ്റ് ആലോചിക്കുമ്പോൾ ആരായിരുന്നു അതിലുണ്ടായിരുന്നത്? അതാണ് പറഞ്ഞത്, അത് പിള്ളേരല്ലേ, ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു മെയിൻ ലീഡായിട്ട് അങ്ങനെയൊന്നുമില്ലല്ലോ, എല്ലാവരും പുതിയ ആൾക്കാരാണ്. നമുക്ക് അത്ര പ്രോമിനൻ്റ് ഫേസ് വേണമെന്നും ഇല്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു അത്. അങ്ങനെ ഒരു ഡിസ്കഷൻ ഇല്ല കാസ്റ്റിംഗ്. സത്യം പറ, വാഴ 3യുടെ ഫുൾ കഥ അറിയില്ലേ? വാഴ 3യുടെ കഥ അറിയില്ല. ഇപ്പൊ വിപിൻ ദാസിന്റെ കയ്യിൽ എത്ര കഥയുണ്ട്? ഒരു 5 കാണും. ആണോ? പിള്ളേരുടെ കഥയാണോ അതോ വേറെ ലെവൽ കഥയാണോ? വേറെ ലെവൽ കഥ.
കഥകളാണ്. ഏതൊക്കെ അത് type ആ? പിള്ളേരുടെ കഥയല്ല. ഇപ്പം റീസെൻ്റ്ലി ചെയ്യാൻ പോകുന്നത് സന്തോഷ് ട്രോഫിയാണ്. അതിനുശേഷം നിവിനായിട്ടൊരു പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെയും വേറെ 2 സബ്ജക്റ്റ് ഇപ്പോൾ സബ്ജക്റ്റ് ഉണ്ടാകും. പുള്ളിയോ? നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് സബ്ജക്റ്റ് റെഡിയാവും, ഒരു 3 to 4 days കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതും. അങ്ങനത്തെ ഒരു ഐഡിയ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അതങ്ങ് ഇതാക്കും, റൈറ്റിങ്ങിലാക്കി വയ്ക്കും. അങ്ങനെയാണ് പുള്ളിയുടെ ഒരു നേച്ചർ. ജിത്തു മാധവനെയൊക്കെ ഞാൻ, ആവേശത്തിൻ്റെ ഡയറക്ടർ ജിത്തു മാധവനൊക്കെ ഞാൻ ഇടയ്ക്ക് ഇവിടെ മുട്ടത്ത് ഒരു കടയിൽ ചായ കുടിക്കാൻ വരുന്ന കാണാറുണ്ട്. നിങ്ങൾ രണ്ടാളും വൈകുന്നേരം ഡിസ്കസ് ചെയ്ത് എവിടെ ചായ കുടിക്കാം? നമ്മൾ ട്രിവാൻഡ്രത്തായിരുന്നു, മുത്തുകയൊക്കെ സമയത്ത് ട്രിവാൻഡ്രത്ത് കവടിയാറ് 1-2 നമ്മളെ സ്പോട്ടുണ്ട്. അവിടുത്തെ കുട്ടേട്ടൻസ് കഫേ ഏതാണ്? കുട്ടേട്ടൻസ് കവടിയല്ല, ഒരു വയസ്സായ ഒരു അമ്മൂമ്മ നടത്തിക്കൊണ്ടിരുന്നൊരു കടയാണ്. അവിടെ നമ്മൾ മിക്കവാറും വൈകുന്നേരങ്ങളിൽ വന്ന് നിൽക്കുകയും ഡിസ്കസ് ചെയ്യുകയുമുണ്ട്. പിന്നെ അതുപോലെ വിപിൻചേട്ടൻ്റെ വീടിൻ്റെ അടുത്തൊരു ചെറിയ കലിങ്കുണ്ട്, അവിടേക്കായിരുന്നു നമ്മൾ മിക്കവാറും സംസാരിക്കാനും ഒക്കെ നിൽക്കാറുള്ളത്. വാഴയിലേക്ക് എങ്ങനെയാണ് വരുന്നത്? വിപിൻചേട്ടൻ തന്നെയാണ് കാസ്റ്റ് ചെയ്തത്. ആണോ? ആദ്യമേ പറഞ്ഞായിരുന്നു ഇന്നതാണ് റോൾ എന്നൊക്കെ? പറഞ്ഞായിരുന്നു. ആദ്യമേ ഒരു സംഭവം പറഞ്ഞായിരുന്നു, വാഴയിലൊരു സംഭവം ഉണ്ട്, അതിൽ വന്നിട്ട് നീ സ്കൂളിൻ്റെ ഫ്രണ്ട് ജ്യൂസ് കട നടത്തുന്ന ഒരാളാണ്. പക്ഷേ അയാൾക്ക് ഇങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അത് അവിടുത്തെ മെയിൻ ഉടായ്പാണ്. ബട്ട് കാണുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഡയലോഗ്സിൽ പോലും അങ്ങനെ അത് വെച്ചിട്ടുണ്ട്, കറക്റ്റ് പ്ലേസ്ഡ് ആയിട്ട് അങ്ങനെ ഒരു ഡയലോഗൊക്കെ വെച്ചതാണ്. പണ്ട് വീട്ടിൽ വിളിക്കുന്ന പേര് കുട്ടേട്ടൻ? അല്ല, ഒരു ബന്ധമില്ല. കുട്ടേട്ടനും ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ല. വീട്ടിലെന്താ വിളിച്ചോണ്ടിരുന്നത്? വീട്ടിലെന്താ, ഇത്രയും ചെറിയ പേരുള്ള ഒരാൾക്ക് വേറെ പേര് വേണ്ടല്ലോ, ആരും. ഇതിന് വലിയ പേരാണെങ്കിലല്ലേ ചെറിയ ഷോർട്ട് നെയിമിൻ്റെ ആവശ്യമുള്ളൂ. ഹാഷിറിനെ കുറിച്ച് പറ. ഹാഷിർ ഈ പറഞ്ഞാൽ ഞാനും ഹാഷിറുമായിട്ട് കോമ്പിനേഷൻസ് ഈ പറഞ്ഞ 2 സീനിലൊക്കെ ഉള്ളൂ. അപ്പോൾ ആ സംഭവം ബട്ട് ഭയങ്കര ജോളിയാണ്. ആ ഹാഷിർ എന്നല്ല, ആ ടീം മൊത്തത്തിൽ അങ്ങനെയാണ്. അവർ 4 പേരും ഭയങ്കര സിങ്കാണ്. അവർ 4 പേരും ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, കുറവാണ് അത് സംസാരിക്കുക, പക്ഷേ ഭയങ്കര കമ്മ്യൂണിക്കേഷനാണ് അവരുടെ ഇടയിൽ. അത് ഒരു നല്ലൊരു ഭയങ്കര പോസിറ്റീവ് വൈബായിരുന്നു. കാരണം അലനായിരുന്നു കുറച്ചും കൂടെ കൂടുതൽ സംസാരിക്കുന്നതും ഭയങ്കരമായിട്ട്. അജിനും ഞാനും നല്ല കമ്പനിയായിരുന്നു. വിനായക് കുറച്ച് സംസാരിക്കുന്നത് കുറവാണെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും ഭയങ്കര ഇതായിരുന്നു. ഈ കുട്ടേട്ടൻസ് എന്നുള്ള പേര് എവിടെ നിന്നാണ് കിട്ടിയത്? എനിക്ക് ആ ക്യാരക്ടറിൽ എന്തൊക്കെയുണ്ടോ അതൊന്നും എൻ്റെ കയ്യിലല്ല. അതിൽ ഞാൻ അവിടെ വന്ന് ആ ഷോപ്പ് കാണുമ്പോഴാണ് ഞാൻ ഈ പേരിൻ്റെ ബോർഡ് പോലും കാണുന്നത്, കുട്ടേട്ടൻസ് ജ്യൂസ് ബാർ എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി പറഞ്ഞ് കുട്ടേട്ടന് ഇങ്ങനെ ഇപ്പം സ്കൂളിൽ ഒരു ക്യാരക്ടറൈസേഷൻ വന്നിരിക്കുന്ന സ്കൂളിലെ പിള്ളേർക്കെല്ലാം കുട്ടേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് അത് ഇപ്പം കുറേ എഡിറ്റായി പോയപ്പോഴും മാറിയതാണ്. അതായത് സ്കൂളിലെ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം അജുച്ചേട്ടൻ്റെ ക്യാരക്ടറിനെയും കുട്ടേട്ടനെയാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്ലേസിങ്. കാരണം കുട്ടേട്ടൻ ഇങ്ങനെ ഒരു സൈഡുള്ളതൊന്നും ആദ്യം അറിയത്തില്ല. എല്ലാവർക്കും കുട്ടേട്ടൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. കുട്ടേട്ടൻ എല്ലാവർക്കും കടം കൊടുക്കും, അല്ലെങ്കിൽ വളരെ നൈസായിട്ടാണ് പിള്ളേരുമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ അത് സ്നേഹമുണ്ട്. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞ ട്രിം ആയപ്പോഴത്തേക്കും കുറേ സാധനങ്ങൾ മാറിയെന്നേ ഉള്ളൂ. ബട്ട് ആ ഒരു രീതിയിലാണ് കുട്ടേട്ടനെ അവർ പ്ലേസ് ചെയ്തത്. മലയാളത്തിൻ്റെ ജാക്കി ജാൻ അല്ലേ? അല്ലെങ്കിൽ ജാക്കി ജാനു ശേഷം 3 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഡ്യൂപ്പില്ലാതെ ചാടിയാണല്ലേ? ശരിക്കും ഒളിമ്പ്യൻ എന്തോണി അതിൽ അങ്ങനെ ചാടിയായിരുന്നു. അതെനിക്ക് ഒരിക്കലും എൻ്റെ അടുത്ത് കാസ്റ്റ് ചെയ്തപ്പോഴൊന്നും പറഞ്ഞില്ലായിരുന്നു. കാസ്റ്റ് ചെയ്തപ്പോൾ വണ്ടിയുടെ അടിയിൽ കൂടെ പോകുന്ന പരിപാടി കണ്ടിട്ടാണ് സാർ എന്നെ കാസ്റ്റ് ചെയ്തത്. അപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് പലരും അവിടെ ഇവിടെ ഒളിഞ്ഞും മറിഞ്ഞും അല്ലാതെയൊക്കെ എൻ്റെ അടുത്തൊന്ന് പറയുന്നത്, നീ ആ ബിൽഡിങ്ങിന് മേളിൽ ചാടണം എന്ന് പറയും. ഞാൻ വിചാരിച്ച് കൊച്ചിലേ നമ്മളിപ്പോൾ വെറുതെ തമാശയ്ക്ക് പറയുന്നതാണ്. പക്ഷേ ലാസ്റ്റ് ഷൂട്ട് തീരാറായപ്പോൾ ചടിച്ചു. 3 നില കെട്ടിടത്തിനോട് 3 നില എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി പഴയൊരു ബിൽഡിങ്ങാണ്. അത് പണ്ട് മാർപ്പാപ്പയൊക്കെ വന്ന് കല്ലിട്ട ഒരു കെട്ടിടമാണത്. സേലം ഏർക്കാട് മൗണ്ട് ഫോർട്ട് എന്ന് പറഞ്ഞ സ്കൂളാണ്. അപ്പോൾ അത്രയും ആ സ്കൂളിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3 നില ഹൈറ്റ് ഉണ്ട്. അത്രയ്ക്ക് വലിയ ബിൽഡിങ്ങാണ്. അപ്പോൾ അവിടെ നിന്നാണ് ചാടേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഷൂട്ടിൻ്റെ ലാസ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും വണ്ടിയുടെ അടിക്കൽ പോകുന്ന രാവിലെ ഷൂട്ട് ചെയ്തു. വൈകുന്നേരം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ട് ഷിഫ്റ്റ് എന്ന് വെച്ചിട്ട് അവിടെ ചെന്ന് അപ്പോൾ എല്ലാവരും കൂടെ താഴെ നിൽക്കുന്നു, ഞാൻ മേളിൽ കയറുന്നു. എന്നിട്ട് ചാടിക്കോളാൻ താഴെ മറ്റേ സേഫ്റ്റിക്കെല്ലാം ഉണ്ടായിരുന്നു. ബട്ട് ആ 2-3 പേര് ചാടി കാണിക്കുകയൊക്കെ ചെയ്തു. നമുക്കത് പറ്റുമോ? കയറ് കെട്ടിയായിരുന്നോ? ഇല്ല, കയറൊന്നുമില്ല. താഴെ കുറച്ച് ബേസ് ബോർഡ് ബോക്സ് ഉണ്ട്. ഒരു ലെയർ പോലെ 2 ലെയർ അടുക്കിയിട്ട് അതിൻ്റെ മേളിലൊരു കൊയർ മാറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചാടുമ്പം ഈ മാറ്റിൽ വന്ന് ആ ഫ്രിക്ഷൻ്റെ ഇതിൽ പിടിച്ചങ്ങ് നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ബട്ട് ആദ്യത്തെ ടേക്കിൽ ചാടിയില്ല, 2ാമത്തെ ടേക്കിലും ചാടിയില്ല, 3ാമത്തേലാണ് ചാടിയത്. ഇത്രയും ഹൈറ്റ് ഒരു കൊച്ചു അന്ന് എത്ര വയസ്സായിരുന്നു? 10 വയസ്സ്. ആ 10 വയസ്സിൽ ചാടുമ്പോൾ അച്ഛന് ഭയങ്കര കാര്യമായിരുന്നില്ലേ നിങ്ങളുടെ? അച്ഛൻ എങ്ങനെ ഓക്കെ പറഞ്ഞു? അച്ഛൻ അന്ന് ഇല്ലായിരുന്നു, ലൊക്കേഷനിലില്ല. ഇല്ല, അതിന് മുമ്പും ഒരു സംഭവം ഉണ്ട്. അച്ഛനുള്ളപ്പം നടന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ അതിലൊരു പാട്ടിലൊരു സീക്വൻസ് കാണിക്കുന്നത്, ഒരു പള്ളിയുടെ മേളിൽ ഞാനും ലാൽസാറും കൂടി ഇരിക്കുന്നൊരു ഷോട്ടുണ്ട്. അത് നമുക്ക് അത്ര നിങ്ങൾക്ക് കാണുമ്പോൾ അത്രയ്ക്ക് തോന്നുന്നില്ല. പക്ഷേ ആ പള്ളി എന്ന് പറഞ്ഞാലേ എൻ്റെ ഇവിടുത്തെ നമ്മൾ ഏറ്റവും വലിയ പള്ളി പോലത്തെ ഒരു പള്ളിയാണത്. അതിൻ്റെ മേളിൽ നമ്മൾ ഗോഡ പോലത്തെ ഒരു സംഭവം വെച്ചിട്ട് ഫുൾ എന്നെ എല്ലാ സ്ഥലത്തും ഓരോ ആൾക്കാരിൽ നിന്ന് എന്നെ വലിച്ച് മേളിൽ കയറ്റി അതിലെ ഒരു ലാഡറുണ്ട്, അതിൽ കൂടെ കയറി ഓടിൻ്റെ മേളിൽ ഇരുന്നിട്ട് ആണ് ഒരു ഷോട്ട് എടുത്തിരിക്കുന്നത്. താഴെന്നും എടുത്തിട്ടുണ്ട്,
ആ പാട്ടിലൊരു ചെറിയ ഇതായിട്ടേ കാണാൻ പറ്റുള്ളൂ. അപ്പം അത് സമയത്ത് അച്ഛനുണ്ടായിരുന്നു. അപ്പം അച്ഛന് കുറച്ച് പേടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നീട്. ബട്ട് ഈ സീൻ എടുത്തപ്പോൾ ഇല്ലായിരുന്നു, ഇത് ബിൽഡിങ്ങിന് മേളിൽ ചാടുന്ന സമയത്ത്. ബട്ട് ആ സമയത്ത് എനിക്കറിയാം ആ ലൊക്കേഷനിലുള്ള എല്ലാവരും ഈ ബിൽഡിങ്ങിന് നേരെ പാരലൽ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഇങ്ങനെ നോക്കിക്കൊണ്ട്. പലപ്പോഴും 2 മാസത്തോളം ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പാരൻസ് ഉണ്ടായിരുന്നു, പിള്ളേരുടെ അമ്മ അച്ഛന് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം ഞാനുമായിട്ട് ഭയങ്കര കണക്റ്റായി. കാരണം ഞാൻ അങ്ങനെ അധികം അച്ഛൻ കാണാറില്ല, എൻ്റെ കൂടെ ഒരു അങ്കിളാണ് വന്നിരുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. അപ്പം ഇവർക്കൊന്നും പലർക്കും കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അവർ പറഞ്ഞു എനിക്ക് കാണാൻ പറ്റില്ല എന്നൊക്കെ ഇപ്പോൾ മാറിയിരുന്ന കുറേ ആൻറ്റിമാരുണ്ടായിരുന്നു. ബട്ട് അന്ന് ചാടിയേ പറ്റുള്ളൂ, ചാടി. ലാലേട്ടൻ ഇത് കണ്ടിട്ട് എന്താ പറഞ്ഞത്? ലാലേട്ടൻ ഉണ്ടായിരുന്നു? ഇല്ല, അന്നില്ലായിരുന്നു. ഓടിന്റെ മുകളിൽ ലാലേട്ടൻ്റെ കൂടെ അല്ലേ? അതുകൊണ്ടായിരുന്നു. അന്ന് ലാലേട്ടൻ എന്താ പറഞ്ഞത്? അല്ല, അതായത് പുള്ളി ഇങ്ങനെ എന്നെയാണ് ആദ്യം കയറ്റിയത്. പിന്നെ രണ്ടാമത് ഞാൻ മേളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണാം ഒരു ചെറിയ കാറ് പോലെ ഒരു ചെറിയ കാറ് പോലെ അത്രയ്ക്ക് ആയിട്ടുണ്ട് വന്നിരിക്കുന്നു. അത് സാർ ഇറങ്ങുന്നു, ഇങ്ങനെ നോക്കിയിട്ട് പതുക്കെ മേളിൽ കയറി വന്നു. നീ ആദ്യമേ കയറിയിരുന്നല്ലേ എന്ന് മാത്രമേ ചോദിച്ചോളൂ. പക്ഷേ കുറച്ച് റിസ്കി ഷോട്ടായിരുന്നു ആ സാധനമൊക്കെ. ഒളിമ്പ്യൻ്റെ അവിടെയായിരുന്നു ആദ്യമായിട്ട് ലാലേട്ടനെ കാണുന്നത്? അതെ, ഓക്കെ. അന്ന് ആദ്യമായിട്ടാണ്. അന്ന് ഏതായിരുന്നു ലാലേട്ടൻ്റെ കൂടെയുള്ള ആദ്യത്തെ സീൻ? ഞാൻ ക്യാമറ ഫസ്റ്റ് ഫേസ് ചെയ്ത സീൻ അടികൊള്ളുന്ന സീനാണ്. മീന ചേച്ചിയുടെ അടികൊള്ളുക. അപ്പോൾ ആ സമയത്ത് ലാൽ സാർ വരുന്നു, പിടിച്ചു മാറ്റുന്നു. ആ സീനാണ് ഞാൻ ഫസ്റ്റ് ലാൽ സാറിൻ്റെ കൂടെ അഭിനയിച്ചത്. ഫസ്റ്റ് ഷോട്ടിൽ തന്നെ വരുന്നു, അടിക്കാൻ പറയുന്നു. അപ്പം മീന ചേച്ചി പതുക്കെ അടിക്കുന്നുള്ളൂ. അപ്പം ഭദ്ര സാർ ഇങ്ങനെയല്ല, നല്ലോണം അടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അന്ന് ശരിക്കും അടി ഉണ്ടായിരുന്നു കുറച്ച്. അതിന് ശേഷം ഇപ്പോൾ ഭദ്ര സാറിനെ കാണുമ്പോൾ ചോദിച്ചായിരുന്നു ഇതെന്തിനാണ് അന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇല്ല. അപ്പം ഞാൻ സിനിമ കാണുമ്പോൾ അറിയാലോ, അതെല്ലാം ആ സിനിമയിൽ എപ്പോഴും ഒരു കാര്യം പോലും അതിലൊരു അൺവാണ്ടഡ് ആയിട്ടൊന്നുമില്ല. എല്ലാ കാര്യവും എൻ്റെ ക്യാരക്ടറിൻ്റെ എല്ലാ 100% അതിനൊരു പോർട്രേ ചെയ്യാനുള്ള എല്ലാ എലിമെൻസും അതിൽ വേണമായിരുന്നു. പിന്നെ മമ്മൂക്കയുടെ കൂടെ ചെയ്തു. അതിനുശേഷം ഞാൻ ദാദാ സാഹിബിൽ ചെയ്തായിരുന്നു. ദാദാ സാഹിബല്ല, അതിന് മുമ്പ് ഞാൻ വലിയേട്ടനിൽ ചെയ്തിട്ടുണ്ട്, ചെറിയ റോൾ ചെയ്യുന്നത്. അതായത് വലിയേട്ടനിലൊരു വലിയൊരു സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് വലിയേട്ടൻ ചെയ്തപ്പോൾ ഞാൻ സുധീഷേട്ടൻ്റെ ചെറുപ്പമാണ്. സുധീഷേട്ടൻ മൊണ്ടലുള്ള ഒരാളാണ്, ഹാൻഡിക്യാപ്ഡ് ആണല്ലോ. അപ്പോൾ പുള്ളിക്ക് ഒരു സൈഡ് മൊണ്ടലുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തും പറഞ്ഞു അങ്ങനെ ഒരു ക്യാരക്ടറാണെന്ന്. ഇപ്പോൾ ഞാനും ഷൂട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് സുധീഷേട്ടൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം എന്തോ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊന്നും ഞാൻ. അപ്പോൾ ഞാൻ ചെറുപ്പം കൊച്ചിലെ എനിക്ക് 10 വയസ്സ് 11 വയസ്സൊക്കെ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് പടം കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ അസോസിയേറ്റാണ് പത്മകുമാർ, പപ്പേട്ടനെ കണ്ടപ്പോൾ പപ്പേട്ടനെ എൻ്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞു കാല് മാറ്റിയവനാണ് ഇവനെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എടാ സുധീഷ് വലത്തേക്കാലാണ് മുണ്ടിയത്, നീ ഇടത്തേക്കല്ല മുണ്ടിയത്. അങ്ങനെയുണ്ട്, അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. അലിബായിലോ വന്നത് ഞാൻ ടൈം എന്ന് പറഞ്ഞ പടം ചെയ്തായിരുന്നു. ഷാജി സാർ തന്നെയായിരുന്നു. അപ്പം ടൈം ചെയ്തപ്പോഴത്തേക്കും ടൈമിൻ്റെ ഷൂട്ട് കഴിഞ്ഞപ്പോഴേ സാറ് പറഞ്ഞു അലിബായിൽ നിനക്കൊരു ക്യാരക്ടറുണ്ട്, നിന്നെ ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചതാണ് അലിബായിൽ. വെള്ളത്തിലേക്ക് ചാടുന്നത്. ഞാനല്ല ചാടിയത്, ഉള്ളത് പറയാലോ. ചാടിയെന്ന് പറയണം, ഇല്ലാത്തതില്ലെന്ന് പറയണം. പിന്നെ ഇപ്പോഴും ആൾക്കാർ ട്രോൾ പേജുകളിൽ കാണുന്നൊരു സാധനമുണ്ട്, സ്പീഡ് ട്രാക്കിൽ പ്രചോദ് ഗ്രൗണ്ടിലും കണ്ടു, നിങ്ങളടുത്തും കണ്ടു, കാണുന്നുണ്ടായിരുന്നോ? ഞാൻ ഇടയ്ക്ക് കണ്ടായിരുന്നു. സ്പീഡിൽ മെയിൻ ആദ്യ അവസാനം ഉണ്ടായിരുന്നല്ലോ, ഒരു വലിയ റോൾ ഉണ്ടായിരുന്നല്ലേ? അതിൽ വലിയ റോളല്ല, കീ റോളാണ്. അതിൽ ആദ്യമൊക്കെ കോളേജും ദിലീപേൻ്റെ ഇതൊക്കെയാണ് കാണിക്കുന്നത്, സ്പോർട്സ് സ്കൂളും അങ്ങനെയൊക്കെ കാണിക്കുന്നത്. അതിനുശേഷം എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത് അനിയൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണെന്നൊക്കെ പറയുന്നത് വെച്ചിട്ടാണ് നമ്മൾ ആ പരിപാടി തുടങ്ങുന്നത്. കല്യാണരാമനിൽ നിങ്ങൾ ഇങ്ങനെ വരൂലേ, അപ്പോൾ ദിലീപ് കറങ്ങൂലേ? അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ടെൻഷനാണ്, ആ മറ്റേ ഗ്ലാസ് വീഴുമോ എന്നുള്ളത്. എൻ്റെ അടുത്തൊരു ചെറിയൊരു പരിപാടിയുണ്ട്, സ്കേറ്റിംഗ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ സ്കേറ്റിംഗ് ഷോട്ടെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ബോർഡ് സ്കേറ്റാണ്. അപ്പോൾ അന്ന് ബോർഡ് സ്കേറ്റ് വേണമെന്ന്. അപ്പോൾ ഞാൻ ബോർഡ് സ്കേറ്റ് വലിയ പരിപാടിയില്ല, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പക്ഷേ വലുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ ഞാനിത് ചെയ്യാൻ നേരത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഇങ്ങനെ വരുന്നൊരു ഷോട്ട് എടുക്കുമ്പോൾ ക്യാമറയുടെ സൈഡിൽ ഫുൾ ആൾക്കാർ ഇരിപ്പുണ്ട്. ദിലീപേട്ടൻ, നവ്യ ചേച്ചി, ലാൽ സാറ് എല്ലാവരും ഇരിപ്പുണ്ട്, എല്ലാവരും കാണാൻ വേണ്ടി നിൽക്കുക. അങ്ങനൊരു മെമ്മറി എനിക്കുണ്ട്, അത് രസമുള്ളൊരു സംഭവമായിരുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് പണ്ട് കേട്ടത്, എൻ്റെ കുഞ്ഞിലെ കേട്ടൊരു കാര്യമുണ്ട്, കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ സ്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആണോ? എത്രാമത്തെ വയസ്സിൽ? എനിക്ക് ഒളിമ്പ്യനൊക്കെ മുമ്പാണ്, ഒളിമ്പ്യന് കുറേ കാലം മുമ്പേ. അപ്പോൾ അതൊരു കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെ ഒരു ഗ്രൂപ്പായിട്ട് നമ്മളൊരു എന്തോ ഒരു പരിപാടിയായിരുന്നു, എന്താണ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ബട്ട് അവിടെ തൊട്ട് ട്രിവാൻഡ്രം വരെ സ്കേറ്റ് ചെയ്യുക. എത്രാമത്തെ വയസ്സിൽ? അതാണ് പറഞ്ഞത്, ഒളിമ്പ്യൻ 10 ആണെങ്കിൽ ഒരു 6-7 വയസ്സൊക്കെ ആയിരിക്കും. അന്ന് എത്ര ദിവസം കൊണ്ട് എത്തിയായിരുന്നു കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രം വരെ? കൃത്യമായിട്ട് ഓർമ്മയില്ല, 10-25 ദിവസം എടുത്തിട്ടുണ്ടാവണം. ഇപ്പോഴും സ്കേറ്റിംഗ് ചെയ്യോ?
ഇപ്പം കുറേ നാളായി സ്കേറ്റ് ചെയ്തിട്ട്. ചെയ്യാത്തതുകൊണ്ട് ഭയങ്കര ബേജാറൊക്കെ ഉണ്ടോ? എല്ലാവരും ചോദിക്കുമ്പോൾ ബേജാറാവും. അതല്ല, അത് ചെയ്യാത്തത് വേറൊന്നുമല്ല, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ സാറ് റിട്ടയർഡായി. അപ്പോൾ പിന്നെ ഞാൻ വേറെ പ്ലേസ് ഞാൻ അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. വിനീത് ശ്രീനിവാസൻ നായകനായിട്ട് ആദ്യം തൊട്ടടുത്ത് കണ്ട ആളല്ലേ? അതെ, സൈക്കിളില് വിനീത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അഭിനയം കണ്ട് ഞാൻ തന്നെ പരിപാടി നിർത്തിയാലോ അന്ന്. എങ്ങനെയുണ്ടായിരുന്നു വിനീത് ശ്രീനിവാസൻ? ഇല്ല, പുള്ളി ഭയങ്കര ചില്ലാണ്. പുള്ളി ഇപ്പോൾ ഇപ്പോഴെങ്ങനെയാണോ അതേപോലെ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ ഷോട്ടൊക്കെ എടുക്കാൻ നേരത്ത് കുറച്ച് അന്ന് ഫസ്റ്റ് മൂവി, പിന്നെ അതിന്നും കാട്ടിയും വേറെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫിലിമിലാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അത് നല്ല രസമായിരുന്നു പുള്ളിയായിട്ട് വർക്ക് ചെയ്യുന്നത്. എനിക്ക് കൂടുതൽ നൈറ്റ് സീൻസും കുറേ സെൻറ്റി സീൻസൊക്കെ ആയിരുന്നു. അത് പക്ഷേ രസമുണ്ട് പുള്ളിയോട് വർക്ക് ചെയ്ത്. പണ്ട് കൂടെ ചെയ്ത ആൾക്കാരുമായിട്ട് ഇപ്പോഴും കമ്പനി ഉണ്ടോ? അശ്വിൻ തമ്പിയായിട്ട് ഇപ്പോഴും കമ്പനി ഉണ്ടോ? അശ്വിൻ തമ്പിയായിട്ട് അങ്ങനെ കോണ്ടാക്ട് ഇല്ല. ബട്ട് ഇടയ്ക്ക് ട്രിവാൻഡ്രത്ത് നമ്മൾ പാസ് ചെയ്യുമ്പോൾ പരസ്പരം കാണാറുണ്ട്. ഇപ്പോൾ അശ്വിൻ ട്രിവാൻഡ്രത്തുണ്ട്. എന്താ ചെയ്യുന്നത്? അത് അതാണ് പറഞ്ഞത്, എനിക്ക് കോണ്ടാക്റ്റ് ആയിട്ടില്ല. നമ്മൾ ചിലപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും അവനപ്പുറത്തേക്ക് കൈ കാണിക്കും, പോവുക, അങ്ങനെ കാണാറുള്ളൂ. പിന്നെ മഞ്ജുമയായിട്ട് ഇടയ്ക്ക് ഇൻസ്റ്റ വഴിയൊക്കെ കോണ്ടാക്ട് ഉണ്ട്. മഞ്ജുമയുടെ അമ്മയായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം ദീപ ചേച്ചി ഇപ്പം വന്നിട്ടുണ്ട്. ഇപ്പം പുറത്തെവിടെയായിരുന്നു, ഇപ്പം നാട്ടിലൊക്കെ വന്നു. അപ്പം ഇൻസ്റ്റ വഴിയും അല്ലാതെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഏതാ പുതിയ പടം? പുതിയത് ഞാനിപ്പോൾ ഒരു വെബ് സീരീസ് ചെയ്തു. അത് ആങ്സൈറ്റി അശോക് എന്ന് പറഞ്ഞൊരു വെബ് സീരീസാണ്. അപ്പോൾ അതിൽ അശോകായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അജിത് ജാൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഡയറക്ടർ, റാസിമാണ് പ്രൊഡ്യൂസർ. അതാണ് ഇപ്പോഴത്തെ കറൻ്റ്ലി തീർന്ന പ്രോജക്റ്റ്, ഞാൻ ചെയ്ത് കഴിഞ്ഞത്. ആൾക്കാർ ഇപ്പോൾ എന്തുകൊണ്ടാണ് മെസ്സേജ് അയക്കാം? കുട്ടേട്ടൻ തന്നെയാണ് ഇപ്പം എല്ലാവർക്കും കുട്ടേട്ടനായി. ഇപ്പം എനിക്ക് ഇൻസ്റ്റയിലാണെങ്കിലും എല്ലായിടത്തും കമൻസ്, ഫോട്ടോയിലെ കമൻസ് എല്ലാം കുട്ടേട്ടനാണ്. ഒളിമ്പ്യൻ ഏകദേശം കുറേ ആൾക്കാർ മറന്നു. അല്ല, ശരിക്കും പറഞ്ഞാൽ ന്യൂ ജനറേഷനിലുള്ള ആൾക്കാർക്കൊന്നും ഒളിമ്പ്യൻ അത്രയ്ക്ക് ഫെമിലിയർ അല്ല. അപ്പം അവർക്കെല്ലാം ഇപ്പം ഫെമിലിയറായി കുട്ടേട്ടനോട്. മലയാളത്തിലൊരു ചാനൽ ആഴ്ചയിൽ 3 തവണ വീതം ഒളിമ്പ്യൻ ഇട്ടുകൊണ്ട്. അതെ കാണാറുണ്ട്. അല്ല, അതാണ് ഞാൻ എപ്പോഴും എല്ലാവരും പറയുമ്പോഴത്തേക്ക് ഒളിമ്പ്യനിലാണല്ലോ എല്ലാവരും. കാരണം ഒളിമ്പ്യൻ എപ്പോഴും ടി വി വരുമ്പോഴെല്ലാവരും ഏകദേശം ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് കാണുന്ന ഒളിമ്പ്യനാണ്. അപ്പോൾ അത് ഉറപ്പായിട്ടും അത് തന്നെ ആയിരിക്കും മനസ്സിൽ നിൽക്കുന്നത്. വാഴ 2-ന്റെ തെലുങ്ക് ട്രെയിലറൊക്കെ ഞങ്ങൾ കണ്ടു. അവിടെ നിന്ന് വാഴലുവാണോ? അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. വാഴ എന്ന് തന്നെയായിരിക്കണം. കുറേ ആൾക്കാർ അതിൻ്റെ ട്രെയിലറിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, ഹാഷിറിനെ കാണുമ്പോൾ നാനിയെ പോലെയുണ്ട്, നാനിയുടെ അനിയനാണെന്ന് പറഞ്ഞിട്ട്. അതൊക്കെ കണ്ടായിരുന്നോ? എനിക്കറിയില്ല, ഞാൻ കുറേ സംഭവത്ത് കണ്ടു. ഈ പറഞ്ഞ പോലെ അവിടെയുള്ള ആൾക്കാർക്ക് നാനി ഭയങ്കര കണക്റ്റായ ഒരു ആക്ടറാണല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരുടെ ആക്ച്വലി നാനി ഇപ്പോൾ ഫംഗ്ഷന് വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പോസ്റ്റേഴ്സിലെല്ലാം രണ്ടുപേരും അടുത്ത് നിൽക്കുന്ന സംഭവമൊക്കെ കാണുമ്പോൾ ചിലപ്പം അതിൽ കണക്റ്റായിട്ടുണ്ടാവണം. അവിടെ കുട്ടേട്ടലു ആണോ? കുട്ടേട്ടലു ആണോ ലേ ആണോ അറിയില്ല.